Hi, how are you? Hope all of you are fine. I'm Maya Devi from Royal School of English, Thaliyalukku. In this video, we will discuss active as well as passive voice. നമ്മൾ സ്കൂൾ തലം മുതൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു പോർഷനാണ്, ഗ്രാമാറ്റിക്കൽ പോർഷനാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. പക്ഷേ ഇത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പലർക്കും അറിയാതെ ഉപയോഗിച്ച് തെറ്റുകൾ വരുത്താറുണ്ട്. അപ്പോൾ അത് IELTS-ലായാലും OET-ലായാലും അല്ല മറ്റ് ഇൻ്റർനാഷണൽ എക്സാംസ് ലൈക്ക് PT, TOEFL-ലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഇതിന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം, എന്നിട്ട് ഓരോ എക്സാംസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് കയറി വരാം. ആദ്യം ആക്റ്റീവ് വോയിസ് എന്താണെന്ന് പറയട്ടെ. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസിൽ എഴുതുന്ന പ്രവൃത്തി ചെയ്യുന്ന ആരാണാവോ അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാമുഖ്യം കൊടുക്കുമ്പോഴാണ് ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്നു മായ ഈസ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ മായ എന്ന വ്യക്തിയാണ് സംസാരിക്കുന്നത് എന്ന് പറയാനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും, അതായത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ടീച്ചർ ഈസ് ടേക്കിംഗ് ഗ്രാമർ ക്ലാസ്, ടീച്ചറിന് ഇമ്പോർട്ടൻസ് ആണ് അവിടെ. ഗ്രാമർ ക്ലാസ് എടുക്കുന്നു എന്നല്ല പറയുന്നത്, ടീച്ചർ ഗ്രാമർ ക്ലാസ് എടുക്കുകയാണ്. ടീച്ചർ എന്താ ചെയ്യുന്നത്? ഗ്രാമർ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ടീച്ചറിന് ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേസമയം പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവൃത്തി എന്താണാവോ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഇഫക്റ്റ് എവിടെയാണോ വരുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുക. ഇപ്പോൾ സ്ഥിരമായി പറയുന്നതാണ് ഗ്രാമർ ക്ലാസ് എടുത്തു, അവിടെ ആരാ ചെയ്തതെന്നല്ല ഇമ്പോർട്ടൻസ്, ഗ്രാമർ ക്ലാസ് എടുത്തു, ഗ്രാമർ എടുത്തു അല്ലെങ്കിൽ ക്ലാസ് എടുത്തു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ കൊണ്ട് നമ്മൾ ഗ്രാമർ ക്ലാസ് ഈസ് ടേക്കൺ എന്നാണ് പറയുക. ഇപ്പോൾ ടീച്ചർ ടേക്ക് ഗ്രാമർ ക്ലാസ് എന്ന് പറയുമ്പോൾ ടീച്ചർ ഗ്രാമർ ക്ലാസ് എടുക്കുന്നു, ഗ്രാമർ ക്ലാസ് ഈസ് ടേക്കൺ എന്ന് പറയുമ്പോൾ ഗ്രാമർ ക്ലാസ് എടുത്തു എന്നുള്ളതിനുമാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആക്റ്റീവ് ഒന്നുകൂടെ പറയാം, ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുന്നത് പ്രവൃത്തി ചെയ്യുന്ന ആരാണാവോ, അതായത് സെന്റൻസിലെ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുന്നത്. അതേസമയം പാസീവ് എന്നാൽ പ്രവൃത്തി, അതായത് വേർബ്, സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്കും പ്രവൃത്തി എവിടെയാണോ ഇഫക്റ്റ് വരുന്നത്, അതായത് ഒബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയും, അതിന് ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് പാസീവ് വോയിസ് നോക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് ഒന്ന് മൂവ് ചെയ്താലോ. നമ്മൾ ടീച്ചേഴ്സ് അഡ്വൈസ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആണ് പ്രവൃത്തി ചെയ്യുന്നത്. എന്താ പ്രവൃത്തി ചെയ്യുക? അഡ്വൈസ് ചെയ്യുന്നു. ആരെയാണ് അഡ്വൈസ് ചെയ്യുന്നത്? സ്റ്റുഡൻസ്. അപ്പോൾ ടീച്ചേഴ്സ് ഇവിടെ സബ്ജക്റ്റ് ആണ്, ചെയ്യുന്ന പ്രവൃത്തിയാണ് അഡ്വൈസ് എന്ന് വിളിക്കുക. അഡ്വൈസ് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? സ്റ്റുഡൻസിന്. അപ്പോൾ സ്റ്റുഡൻസ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്നത് ആരാണാവോ ആ സബ്ജക്റ്റിൽ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് വോയിസ്. പക്ഷേ പാസീവ് വോയിസ് നേരെ തിരിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോഴാണ് പാസീവ് വോയിസ് വരിക. അത് ഞാൻ പതുക്കെ കിടക്കാം. മറ്റൊരു ആക്റ്റീവ് വോയിസിന്റെ എക്സാമ്പിൾ നോക്കാം. ദേ വിസിറ്റ് ലൈബ്രറീസ് റെഗുലർലി. അവിടെ അവർ ലൈബ്രറിയിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യാറുണ്ട് എന്നാണ് നമ്മുടെ സെന്റൻസ്. കേട്ടോ, അവർ വിസിറ്റ് ചെയ്യാറുണ്ട്, അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ദേ എന്താ ചെയ്യുന്നത്? വിസിറ്റ്. എവിടെ വിസിറ്റ് ചെയ്യുന്നു? ലൈബ്രറീസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു സെന്റൻസ് എന്താണ് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത് ആരാണാവോ അതാണ് നമ്മൾ തുടക്കത്തിൽ എഴുതി കാണിച്ചത്. ഡൂവർ ഓഫ് ആൻ ആക്ഷൻ ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് ആക്റ്റീവ് വോയിസ് ചെയ്യുക. നെക്സ്റ്റ് സെന്റൻസ്. ഇപ്പോൾ അതേസമയം സംബഡി ഒരു എക്സ് ഓപ്പൺസ് ഗേറ്റ്, ആരോ ഗേറ്റ് തുറന്നു. ഗേറ്റ് ആരാ തുറന്നതെന്നല്ല ഇമ്പോർട്ടൻസ്, ഗേറ്റ് തുറന്നിട്ടുണ്ട് എന്ന് ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് പറയുമ്പോൾ ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആളിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഗേറ്റ് തുറന്നു എന്നല്ലേ പറയുന്നത്. അപ്പോഴാണ് സെന്റൻസ് എഴുതുക ഗേറ്റ് ഈസ് ഓപ്പൺഡ്. അതുപോലത്തെ സെന്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസീവ് വോയിസ് എന്ന് വിളിക്കുക. പിന്നെ ഓഫേഴ്സ് ആർ അക്സെപ്റ്റഡ്. ആ സെന്റൻസിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. ആര് അക്സെപ്റ്റ് ചെയ്തു എന്നോ ഒന്നും ഇമ്പോർട്ടൻസ് അല്ല, എന്താ അക്സെപ്റ്റ് ചെയ്തത്, ഓഫറിന് എന്താ സംഭവിച്ചത്, അതിനാണ് ഇമ്പോർട്ടൻസ് വരിക. അതുകൊണ്ടാണ് ആ സെന്റൻസ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? പാസീവ് വോയിസിന്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഒന്നുകൂടെ പറയാം. ആക്റ്റീവ് വോയിസ് മീൻസ് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വരുമ്പോൾ, പാസീവ് വോയിസ് മീൻസ് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഇഫക്റ്റിന് ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്.